ആരോഗ്യക്കുറിപ്പുകൾ. ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം അഥവാ IBS ആയുർവേദ വീക്ഷണത്തിൽ ഡോക്ടർ സൗമ്യശ്രീ സായുരാജ് സംസാരിക്കുന്നത് കേൾക്കാം. കുടലിന്റെ പ്രവർത്തനത്തെ ബാധിച്ച് ദഹന വ്യവസ്ഥ തകരാറിലാക്കിക്കൊണ്ട് ദീർഘകാലം തുടരാവുന്ന ഒരു രോഗമാണ് IBS അഥവാ ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം. പ്രധാന ലക്ഷണങ്ങൾ: ആവർത്തിച്ചുള്ള വയറിളക്കമോ മലബന്ധമോ അല്ലെങ്കിൽ ഇവ മാറി മാറി വരിക, ദിവസേന 3 മുതൽ 6 തവണയോ അതിലധികമോ അയഞ്ഞ മലവിസർജനം, ഭക്ഷണശേഷം വയറിന് അസ്വസ്ഥതയും മലവിസർജനത്തിനുള്ള തോന്നലും, ദഹിക്കാത്ത ഭക്ഷണ കണങ്ങൾ മലത്തിൽ കാണപ്പെടുക, ആവർത്തിച്ചുള്ള വയറുവേദന, വയർവീക്കം, ഗ്യാസ്, വിശപ്പില്ലായ്മ, ദീർഘകാലം തുടരുമ്പോൾ ക്ഷീണം, വിളർച്ച, ശരീരഭാരം കുറയൽ തുടങ്ങിയ പ്രശ്നങ്ങളും ചിലരിൽ കണ്ടുവരാം. IBS ആരംഭിക്കാനോ രോഗലക്ഷണങ്ങൾ വഷളാകാനോ കാരണമാകുന്ന പ്രധാന ഘടകങ്ങൾ ഇവയാണ്: ചില ഭക്ഷണങ്ങളോടുള്ള അമിത സംവേദനക്ഷമത, കുറഞ്ഞ നാരുകൾ അടങ്ങിയ ഭക്ഷണം, എരിവും കൊഴുപ്പും കൂടുതലുള്ള ഭക്ഷണം, കാർബണേറ്റഡ് പാനീയങ്ങൾ, അമിതമായ ചായയും കാപ്പിയും, മദ്യപാനം, ചിലരിൽ പാലും പാൽ ഉൽപ്പന്നങ്ങളും, മാനസിക പിരിമുറുക്കം, പുകവലി, ഗ്യാസ്ട്രോ എൻട്രൈറ്റിസ് പോലുള്ള കുടൽ അണുബാധകൾ അല്ലെങ്കിൽ ചെറുകുടലിലെ ബാക്ടീരിയകളുടെ അമിത വളർച്ച. IBS ചികിത്സയിൽ മരുന്നുകൾ മാത്രമല്ല, ജീവിതശൈലിക്കും ഭക്ഷണക്രമത്തിനും വലിയ പ്രാധാന്യമുണ്ട്. വിശപ്പിനനുസരിച്ച് കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുക, അമിത ഭക്ഷണം ഒഴിവാക്കുക, ചൂടുള്ളതും പുതുതായി പാകം ചെയ്തതുമായ ഭക്ഷണം തിരഞ്ഞെടുക്കുക, വറുത്ത ഭക്ഷണങ്ങളും കാർബണേറ്റഡ് പാനീയങ്ങളും ഒഴിവാക്കുക, രോഗലക്ഷണങ്ങൾ വർദ്ധിപ്പിക്കുന്ന ഭക്ഷണങ്ങൾ തിരിച്ചറിഞ്ഞ് ഒഴിവാക്കുക, ആവശ്യത്തിന് ഉറക്കം, ദിവസേന ലഘു വ്യായാമം, യോഗ, പ്രാണായാമം എന്നിവ മാനസിക സമ്മർദ്ദം കുറയ്ക്കാനും കുടലിന്റെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു. വയറിളക്ക ലക്ഷണങ്ങൾ ഉള്ളപ്പോൾ കറിവേപ്പില, ചുക്ക്, മല്ലി, ഉലുവ എന്നിവ ചേർത്ത് തിളപ്പിച്ചാറിയ വെള്ളം ദാഹത്തിനനുസരിച്ച് ചെറിയ അളവുകളിൽ ഇടയ്ക്കിടെ കുടിക്കുവാൻ ഉപയോഗിക്കാം. പുളിയില്ലാത്ത വെണ്ണ നീക്കിയ മോര് ദിവസവും ശീലമാക്കാം. പച്ചക്കായ, തവിടുള്ള അരി, ആപ്പിൾ, മാതള നാരങ്ങ, ഏത്തപ്പഴം തുടങ്ങിയ ലയിക്കുന്ന നാരുകൾ അടങ്ങിയ ഭക്ഷണങ്ങൾ മിതമായി ഉൾപ്പെടുത്തുന്നത് മലത്തെ കട്ടിയാക്കുകയും വയറിളക്കത്തിന്റെ ആവൃത്തി കുറയ്ക്കാനും സഹായിക്കും. കരിക്കിൻ വെള്ളത്തിൽ അല്പം ചുക്കും ജീരകവും ചേർത്ത് കുടിക്കുന്നത് നിർജ്ജലീകരണം തടഞ്ഞ് ദ്രാവകങ്ങളും ഇലക്ട്രോലൈറ്റുകളും പുനഃസ്ഥാപിക്കാൻ സഹായകമാകും. മലബന്ധ ലക്ഷണങ്ങൾ ഉള്ളവർ തണുത്ത ഭക്ഷണങ്ങൾ, വേവിക്കാത്ത പച്ചക്കറികൾ എന്നിവ പരമാവധി ഒഴിവാക്കുക. നന്നായി വേവിച്ച ഭക്ഷണങ്ങളും ഇളം ചൂടുവെള്ളവും ശീലമാക്കുക. വയറിളക്കമുള്ളപ്പോൾ ഉപയോഗിക്കാവുന്ന കഞ്ഞിക്കു വേണ്ട ചേരുവകൾ: തവിടുള്ള അരി വറുത്തത് അല്ലെങ്കിൽ മലർ 2 കപ്പ്, വെള്ളം ആവശ്യത്തിന്, കടുക്ക പൊടിച്ചത് 1/4 ടീസ്പൂൺ, കറിവേപ്പില 15 ഇല, ചുക്കുപൊടി 1/4 ടീസ്പൂൺ, ജീരകം, കുരുമുളക്, ഉലുവ, മഞ്ഞൾ എന്നിവ പൊടിച്ചത്, ഇന്ദുപ്പ് എന്നിവ ആവശ്യത്തിന്. തയ്യാറാക്കുന്ന വിധം: അരി അല്ലെങ്കിൽ മലർ വെള്ളത്തിൽ നന്നായി വേവിച്ച് ചേരുവകൾ ചേർത്ത് 5 മിനിറ്റ് കൂടി തിളപ്പിച്ച ശേഷം ഉപയോഗിക്കാം. മുക്കുടി മോര് തയ്യാറാക്കുന്ന വിധം: പുളിയില്ലാത്ത വെണ്ണ നീക്കിയ മോര് 250 മില്ലി, കടുക്ക പൊടിച്ചത് 1/4 ടീസ്പൂൺ, കറിവേപ്പിലയും തണ്ടും 1 പിടി, ചുക്ക്, ഉലുവ, ജീരകം, കുരുമുളക്, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഇന്ദുപ്പ് എന്നിവ നന്നായി അരച്ച് മോരിൽ ചേർക്കുക. ഒരു മൺചട്ടി ചെറുതായി ചൂടാക്കിയ ശേഷം തീ അണയ്ക്കുക. അതിലേക്ക് തയ്യാറാക്കിയ മോരൊഴിച്ച് 2 മിനിറ്റ് നന്നായി ഇളക്കി വാങ്ങിവെക്കുക. ചൂട് കുറഞ്ഞ ശേഷം ഉപയോഗിക്കാം. ഇത് കുടലിലെ ഗുണകരമായ ബാക്ടീരിയകളുടെ വളർച്ചയ്ക്ക് സഹായകമാണ്. മലബന്ധവും വയർവീർപ്പും ഉള്ളപ്പോൾ കറിവേപ്പിലയുടെ അളവ് കുറച്ച് അയമോദകം ചേർത്ത് കടുക്, ഉലുവ, കായംപൊടി, ചെറിയുള്ളി അരിഞ്ഞത് എന്നിവ അല്പം വെളിച്ചെണ്ണയിലോ നെയ്യിലോ താളിച്ച് ചേർത്ത് ഉപയോഗിക്കാം. വയറിരിച്ചിൽ, നെഞ്ചെരിച്ചിൽ എന്നിവ കൂടുതലുള്ളവർക്ക് കടുക്ക, കറിവേപ്പില, ഉലുവ, മഞ്ഞൾ എന്നിവ മാത്രം ചേർത്ത് തയ്യാറാക്കിയ മോര് ഉപയോഗിക്കുന്നതാണ് കൂടുതൽ അനുയോജ്യം. ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം അഥവാ IBS ആയുർവേദ വീക്ഷണത്തിൽ ഡോക്ടർ സൗമ്യശ്രീ സായുരാജ് സംസാരിച്ചതാണ് കേട്ടത്. ആരോഗ്യക്കുറിപ്പുകൾ സമാപിക്കുന്നു.